ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇട്ടു, സെക്കൻഡ് പാർട്ട് ഇട്ടു, തേർഡ് പാർട്ട് ഇട്ടു. ദിസ് ഈസ് ഫോർത്ത് പാർട്ട്. ഇതിൽ ഞാൻ എന്താ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറീനെ പറ്റിയിട്ടായിരിക്കും. റിയാലിറ്റി വേഴ്സസ് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. ആദ്യം ഞാൻ ബിടെക് എടുത്തു, കൊമേഴ്സിൽ നിന്ന് +2 കൊമേഴ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ സയൻസിലോട്ട് ബ്രാഞ്ച് മാറി. അത് കഴിഞ്ഞിട്ട് ബിടെക് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. അത് മാനേജ്മെൻറ്റ് കോളേജായിരുന്നു. ബട്ട് ആരോ എനിക്കൊരു ഡൗട്ട് പോലെ അയച്ചിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. യൂണിവേഴ്സിറ്റി സെയിം ആണ്, പക്ഷേ ട്യൂഷൻ ഫീ കൂടുതലായിരിക്കും കമ്പയർഡ് ടു നമ്മൾ ഗവൺമെൻറ്റിൽ പഠിക്കുന്ന പോലെ. പക്ഷേ യൂണിവേഴ്സിറ്റി എല്ലാം സെയിം ആണ്, റിസൾട്ട് എല്ലാം സെയിം ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അറിയുന്ന കുറേ പേരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിടെക് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഇപ്പോൾ സയൻസിൽ തന്നെ കുറേ ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ സയൻസിൽ ജാവ, പൈത്തൺ അങ്ങനത്തെ അതെന്തെങ്കിലും നമ്മൾ ചൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് ട്രൈ ആക്കി നോക്കുക. ജസ്റ്റ് ഇപ്പോൾ കുറേ അധികം ട്യൂട്ടോറിയൽ വീഡിയോസ് തന്നെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ കംഫർട്ട്, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ഏതായിരിക്കും നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇത് ഞാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം മാത്രമല്ല, അല്ലാതെ സിവിലിലാണെങ്കിലും CAD ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. മെക്കാനിക്കലിലാണെങ്കിലും കുറേ കോഴ്സസ് ചെയ്യാനുണ്ട്, സേഫ്റ്റിയുടെ കോഴ്സസ് ഉണ്ട്. അങ്ങനെ ഏത് ഫീൽഡിലാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്താലും ഞാൻ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. എനിക്ക് അമ്മ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ പൈത്തൺ എടുത്തത്. എനിക്ക് അന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ഇങ്ങനെ പഠിച്ച് അങ്ങനെയൊന്നും എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറേ സോഴ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണ് ക്വിക്കായിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുക. ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ലൈഫ് ലോങ് അത് ത്രൂ ആയിരിക്കും നമ്മൾ പോവുക. നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ജാവ പഠിച്ച ആൾ പൈത്തൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഒരു കോറായിട്ട് ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയേഴ്സ് ബൈ ഇയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും സാലറി ഹൈ സ്കെയിലിൽ പോകാനും അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പൈത്തൺ എടുത്ത് കഴിഞ്ഞിട്ട് 6 മന്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ദുബായിലോട്ട് വരികയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മോർ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പാർട്ട് 1 എന്തൊക്കെ കമൻറ്റ്സ് വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ റീഡ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദുബായിലെത്തി ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നതുപോലെയായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് ഫെബ്രുവരിയിൽ ജോബ് കിട്ടിയെങ്കിൽ ഞാൻ 8-നാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സാലറി വന്നത് ഫുൾ മന്ത് സാലറി എനിക്ക് നെക്സ്റ്റ് മന്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് ഫസ്റ്റ് മന്ത്, ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി വർക്ക് ചെയ്തത് മാർച്ചിൽ കിട്ടണം, അങ്ങനെയാണ് ചെയ്യുക. ചില കമ്പനീസിലാണെങ്കിൽ ദുബായത്തെ കാര്യമാണ് പറയുന്നത്, ഫെബ്രുവരിയിൽ എന്തൊക്കെ വർക്ക് ചെയ്തു അതൊരു 25th 26th 28th ആ മന്തിലെ സാലറീസ് എല്ലാം കിട്ടും. അപ്പോൾ ഇതാണ് സാലറി എങ്ങനെ വരുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എവറി ഇയർ ഏപ്രിലിൽ എനിക്ക് അപ്രൈസൽ ഉണ്ടായിരുന്നു. അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിലയിരുത്തൽ, നമ്മൾ ഇത്ര നാൾ എന്തൊക്കെ ചെയ്തു നമ്മളത് അവർക്ക് പറഞ്ഞ്, അവർ കുറേ ക്വസ്റ്റ്യൻസും ഫോമൊക്കെ ഉണ്ട്. നമ്മുടെ കമ്പനിയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് കമ്പനിയായിരുന്നു അത്. അതിൽ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വിലയിരുത്തിയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ചെയ്യും. അപ്പോൾ അതിലെങ്ങനെയാണ് സ്കിൽ ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് മൈക്രോസോഫ്റ്റിൻ്റെ AL എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു. കുറേ പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുക, ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ജോബ് കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ലാംഗ്വേജിനെ പറ്റി കേൾക്കുന്നത്. ഇങ്ങനെ മൈക്രോസോഫ്റ്റിന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇതൊരു ERP സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി ഞാനത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുബായിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ് കൂടുതലായിട്ടുള്ളത്. സോ ERP യൂസ് ചെയ്യുന്ന ഒറാക്കിളിൽ ERPയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ ഒത്തിരി സോഫ്റ്റ്വെയർ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ മെയിൻലി ഇപ്പോൾ അഡിഡാസ്, ഇവിടുത്തെ ആഫ്രിക്കൻ ഈസ്റ്റേൺ, എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, അങ്ങനത്തെ മെയിനായിട്ടുള്ള മിസ്റ്റർ ബേക്കേഴ്സ്, അങ്ങനത്തെ കുറച്ച് ലീഡിങ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ ഒരു അറിവൊക്കെ വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിത് കംഫർട്ടായിട്ടും തോന്നി, ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതായിട്ടും തോന്നി. നാട്ടിലെ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ചെന്നൈയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ ഞാൻ ബാക്ക് എൻഡിലാണ് വർക്ക് ചെയ്തത്. കോഡ് മാത്രം, ഡെവലപ്പിംഗ് മാത്രമായിരുന്നു ലാസ്റ്റ് 4 years. പക്ഷേ ഞാനിപ്പോൾ ജോബ് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ടെക്നോ ഫങ്ഷനിലാണ്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റാണ് ഇപ്പോൾ എൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കരിയറിൽ
കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അതുപോലെയുള്ള ലാംഗ്വേജസ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി പേര് എങ്ങനെയാണ് ജോബ് കിട്ടുന്നത്, എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക്ഡിൻ ഇന്ത്യയുടെ നൗക്കരി ഗൾഫ് ഈവൻ ഡുബിസലിലടക്കം ജോബിൻ്റെ വാക്കൻസി ഇടുന്നുണ്ട്. ഇപ്പോൾ കുറേ അധികം സോഷ്യൽ മീഡിയയിൽ കുറേ പേരും വാക്കൻസീസിനെ പറ്റിയിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ എന്തായാലും ഒരു 1 lakhൻ്റെ അടുത്ത് ചിലവ് വരുന്നത് എനിക്കറിയാം. നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ ജോബ് കിട്ടിയില്ലെങ്കിലും ഒരു 3-4 ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ജോബ് കിട്ടിയിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനത്തെ കുറേ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അത്രയും സാമ്പത്തികമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എന്നാൽ ഒത്തിരി ഡ്രീംസ് ഉണ്ട്. ദുബായിൽ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി നൈസ്. ഞാൻ അത്രേ പറയുള്ളൂ. അങ്ങനെ കിട്ടിയിട്ട് ഉണ്ട്. ഇവിടെ തന്നെ വന്ന് ജോബ് നോക്കണം. പൈസ ഇല്ലാത്ത സമയത്ത് എല്ലാവർക്കും വരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നാട്ടിലിരുന്നാണെങ്കിലും നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജോബിൻ്റെ കാര്യം പറയുന്നത്. സാലറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആസ് പെർ മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരു ഫ്രഷറായിട്ട് വന്ന്, ഞാൻ പക്ക ഫ്രഷറായിരുന്നു, ഞാൻ വർക്കേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ. ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്കെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3000 ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 3000 കിട്ടിയിട്ട് അന്ന് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇഷ്യൂസ് വഴിയുണ്ട്. 5000 മിനിമം വേണം, നല്ല NBD ഒക്കെ ഉള്ള ബാങ്കിൽ. അപ്പോൾ ഇവരെ സബ്ബായിട്ട് കുറച്ച് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ NBD അണ്ടറിൽ വരുന്നതാണ് ലിവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മഷ്റൂക്കിൻ്റെ അടിയിൽ ഒരെണ്ണം വരുന്നുണ്ട്. ആദ്യം ഞാൻ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ചാർജസ് പിടിക്കാൻ തുടങ്ങും. മന്ത്ലി ഒരു 20 dirham സംതിങ് പിടിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾ ഒരു ഇയർലി കൂട്ടിയൊക്കെ ഒരു എമൗണ്ട് അവർ പിടിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രഷറായിട്ട് വന്നാലും 5000 ചോദിക്കുക. നിങ്ങളുടെ സ്കില്ല് അനുസരിച്ച് നിങ്ങൾ ചോദിക്കുക. അത് നിങ്ങളുടെ വിചാരിച്ചിരിക്കുക. എനിക്ക് ആ സമയത്ത് പെട്ടെന്നൊരു ജോലി വേണമായതുകൊണ്ട് എനിക്ക് ബാർഗെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കമ്പനിയിൽ ഫ്രഷർക്ക് അത്രേ കൊടുക്കുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ മിനിമം സാലറി 5000 ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഞാനിവിടെ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഒരു 10,000 എബവ് ആണ് ഇവിടുത്തെ മിനിമം സാലറി. ഓക്കെ, നമ്മൾ അവിടെ ഒന്നും എത്തണ്ട. ഫസ്റ്റ് നമ്മൾക്ക് ആദ്യം ഒരു സ്റ്റേജ്, ആദ്യം ഒരു എന്താ പറയുക, തരാന്നൊക്കെ പറയില്ലേ, അത് നമ്മളുടെ ബിൽഡ് ചെയ്യുന്നത് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം എവിടെയെങ്കിലും ഇൻറ്റേൺഷിപ്പ് കിട്ടുക, അവർ തരാൻ ട്രെയിനിങ് ആയിട്ട് കയറ്റാന്ന് പറഞ്ഞാൽ അവിടെ കയറുക, ജോയിൻ ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. ജോയിൻ ചെയ്തിട്ട് 6 months ഇവിടെ പ്രൊബേഷൻ ഉണ്ടായിരിക്കും. അതിനുള്ളിൽ നമ്മൾക്ക് അവർ നമ്മളെ പുറത്താക്കാനും നമുക്ക് പുറത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 1 year ആയാലും പോവാം. 2 yearsൻ്റെ കോൺട്രാക്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. 1 year കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നി നമുക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കീപ് ട്രൈങ്, അത്രേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഞാൻ ഈ 4 years ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 4 years ഒരു കമ്പനിയിൽ നിന്നത്. അപ്പോൾ എന്തൊക്കെ പ്രോജക്റ്റ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് നല്ലൊരു ഔട്ട്ലൈൻ കിട്ടും. ഞാൻ ഫ്രണ്ട് എൻഡ് ആയിരുന്നില്ല, ബാക്ക് എൻഡ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ബോത്ത് സൈഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഞാൻ ഇയർലി അപ്രൈസൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ തന്നെ വിലയിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഈ 3000 ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസ്. ഞാൻ ചെയ്തിരുന്ന എക്സ്പെൻസിൻ്റെ കാര്യം പറയാം. ഞാൻ ഷോപ്പിങ്ങേ ചെയ്തിട്ടില്ല. ഒരു 1.5 വർഷത്തിൽ ഞാനൊരു നല്ലൊരു ഡ്രസ്സ് പോലും ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2022 കാര്യമായിട്ടോ പറയുന്നത്. ആ സമയത്ത് എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കണം എന്ന് തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല സ്ട്രഗിൾ ഉണ്ടായിരിക്കും. നമ്മൾ ഫാമിലീനെ ഒത്തിരി മിസ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ദുബായിൽ വന്ന് കിട്ടുന്ന ഫ്രണ്ട്സും നമുക്ക് ഭയങ്കര ട്രസ്റ്റബിൾ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. അതിലും നമ്മൾക്ക് കുറേ സമയത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. പലരും നാട്ടിൽ നിന്ന് പല വാഗ്ദാനങ്ങളും എനിക്കിവിടെ തന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആയിക്കോട്ടെ കസിൻസ് ആയിക്കോട്ടെ. പക്ഷെ ആരും ആ ഒരു സമയത്ത് ഹെൽപ്പിനേ ഉണ്ടായിരുന്നില്ല. ഞാൻ നമുക്ക് ഇവരുണ്ടായിരിക്കും എന്നുള്ള ഒരു തോന്നലും കൂടെ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിയാലിറ്റി വേഴ്സസ് ഇൻസ്റ്റാഗ്രാം പോലെ ആയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ജോബ് കിട്ടും. പെർ ഡേ 700 മെയിൽസ് എല്ലാം അയക്കണം. 700 കമ്പനീസിലേക്ക് നമ്മൾ നമ്മുടെ ജോബ് റോൾ മാറ്റി അയച്ചിട്ട് അങ്ങനെ ഒരു 2 weeks നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഒരു 3-4 ഇൻ്റർവ്യൂ കോൾസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ പിടിച്ച് കയറി ക്രാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടും. അത് നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്ക് പലരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, അയ്യോ ഞങ്ങളിങ്ങനെ നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ CV യിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് എല്ലാവരും CV ചെക്ക് ചെയ്ത് ഇത് ഓക്കെ ആണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ മാക്സിമം ഒരു 10-50 പേരൊക്കെ CV നോക്കിയിട്ട് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഇപ്പോൾ ക്ലൗഡ് ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ CV മേക്കിങ്ങിനെ ഭയമായിട്ട് ഇതാക്കാം. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഈസി അപ്ലൈ അറിയാലോ.
അതിൽ വരുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൻ്റെ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം. കാരണം ഇപ്പോൾ HR അവരൊക്കെ ഭയങ്കര ബിസി ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ATS ഫ്രണ്ട്ലി CVs ആയിരിക്കും അവർക്ക് സോർട്ട് ചെയ്ത് പോവാം. അതായത് നമ്മൾ കുറേ ഫോട്ടോ, നമ്മളുടെ വീട്, നാട്, അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. കുറച്ച് നിങ്ങൾക്ക് ATS അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോകളിൽ എപ്പോഴെങ്കിലും ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, അങ്ങനെ ATS CV പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ കാണിച്ചു തരാം. ഞാൻ CV ചെയ്യേണ്ട സൈറ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ക്ലോഡോ ChatGPT യൂസ് ചെയ്യുക, കാരണം കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതി അങ്ങനെ മാറ്റണം. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്, നെസ്റ്റോ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം കുറച്ച് അവർ ഫോക്കസ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ജോബ് റോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കമ്പനിയിലുള്ളത് റിപ്പീറ്റ് ആയിട്ട് അടുത്ത കമ്പനിയിൽ ഇരിക്കില്ല. ഞാൻ എക്സാമ്പിളാണ് കേട്ടോ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ രണ്ടും മാറ്റി മാറ്റി അപ്ലൈ ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരായിക്കോട്ടെ, IT ആൾക്കാരായിക്കോട്ടെ, എല്ലാ ഫേമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മാറ്റി മാറ്റി ചെയ്താലേ നമുക്കിവിടെ ഇൻ്റർവ്യൂ കിട്ടുള്ളൂ. ഒത്തിരി പേര് തിരിച്ചു പോകുന്നവരുണ്ട് ഇവിടെ വന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. CV ഡ്രോപ്പിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചില സെക്യൂരിറ്റീസ് അലോ ചെയ്യില്ല, ചില ഫ്രീ സോൺ ഏരിയയിൽ അലോ ചെയ്യില്ല. അവർ പറയും പറ്റില്ലെന്ന് തന്നെ പറയും. പക്ഷേ ആളെ കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ID എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർ ഒന്നും സംഭവിക്കില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗൂഗിളിലെ നമ്പേഴ്സ് ഉണ്ട്, കമ്പനിയുടെ നമ്പേഴ്സിൽ വിളിച്ച് HR മെയിൽ ID ചോദിച്ചിട്ടും അപ്ലൈ ചെയ്യാം. നാട്ടിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കണക്ഷൻസ് വെച്ചിട്ട് അവരുടെ HR മെയിൽ ID നമുക്ക് വാങ്ങാൻ പറ്റും. ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടിയെന്ന് വെച്ച് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. നമുക്കൊന്നും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഞാൻ സാലറിയുടെ എക്സ്പെൻസ് പറയാം. നമ്മൾ റെൻറ്റിന് കൊടുക്കണം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ സാലറി സ്കെയിൽ കമ്പയർഡ് ടു അതേഴ്സിൽ കുറവാണെങ്കിൽ, അതായത് ഈ 3000 വെച്ചിട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു ചോദിച്ചവരുണ്ട്. ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 1 ഇയർ എൻ്റെ സാലറി അതായിരുന്നു. അത് വെച്ച് ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മാക്സിമം കടങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യത്തെ 1 ഇയർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ കറങ്ങി നടക്കാനൊന്നും പോയിട്ടില്ല. കറങ്ങി നടക്കാൻ തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാനൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലെ കടങ്ങളും ഒന്ന് ചെറുതായി സ്റ്റേബിൾ ആവാനൊക്കെ പറ്റും. അതുപോലെ തന്നെ റെൻറ്റിൻ്റെ കാര്യമാണ്. ബെഡ് സ്പേസ് ഓക്കെയാണ്. ബെഡ് സ്പേസിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു 850-900 ഒക്കെ ഗേൾസിന് വരുന്നുണ്ട്. ബോയ്സിൻ്റെ കാര്യം അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതിൽ കിട്ടണതാണ്. ഞാൻ കരാമയിൽ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വർക്ക് പ്ലേസ് വരുന്നത് ബുർജുമാൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ട്രാവലിംഗ് ഇല്ല. ഞാൻ വോക്കബിൾ ഡിസ്റ്റൻസിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫുഡ്, ഇനീഷ്യലി ഫുഡ് ഉണ്ടാക്കാത്ത അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആദ്യം ട്രൈ ആക്കി. പിന്നെ വർക്കും കുക്കിങ്ങോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മെസ്സിലോട്ട് മാറുകയാണ് ചെയ്തത്. ഈ 2 എക്സ്പെൻസാണ്. പിന്നെ കമ്പനി എനിക്ക് ഓൾറെഡി സിമ്മ് തന്നിട്ടുള്ളതുകൊണ്ട് അതിൽ ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു, നാഷണൽ മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സിമ്മ് റീചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ആയിരുന്നു എൻ്റെ എക്സ്പെൻസ്. പിന്നെ നമ്മൾ വാങ്ങുന്ന ഷാമ്പു കാര്യങ്ങൾ, ആവശ്യമുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാനാണെങ്കിലും ബാക്കി അത്യാവശ്യം ഞാൻ വീട്ടിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു. അബവ് എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഞാൻ വീട്ടിലേക്ക് മന്ത്ലി ഒരു എമൗണ്ട് അയക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സേവ് ചെയ്യാൻ വെച്ച്, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ എന്താ പറയുക, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് അതിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 1 ഇയർ ഹാൻഡിൽ ചെയ്തത്. 1 ഇയർ കഴിഞ്ഞാൽ സാലറി ഞാൻ പറഞ്ഞു എൻ്റെ കമ്പനിയിൽ എവറി ഏപ്രിൽ ഹൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ഇയേഴ്സ് ഞാൻ അവിടെ തന്നെയായിരുന്നു. ഈ 4 ഇയേഴ്സ് ഞാൻ നിൽക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത് പഠിക്കണം എന്നുണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയറിനെ പറ്റി ടോട്ടലി പഠിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ന്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്. അവിടെ നിന്ന് എല്ലാം പഠിച്ച് നെക്സ്റ്റ് ജമ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്ന കമ്പനി അത്യാവശ്യം ലീഡ് ഉള്ള ദുബായിലെ നല്ല ഗ്രൂപ്പാണ്. കമ്പനി നെയിം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി എനിക്കൊരു 5 പേജുള്ള ഒരു കോൺട്രാക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനി നെയിം സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കി പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ കമ്പനി നെയിമുകളൊന്നും പറയാത്തത്. അപ്പോൾ എൻ്റെ കമ്പനി നെയിം കിട്ടിയിട്ടും ഞാനത് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു പ്രശ്നമാവും. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരും ഗൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ജോബ് കിട്ടിയ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും റിലേറ്റഡ് ടു ജോബ് കാര്യങ്ങൾ, ദുബായിലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്ത വീഡിയോ തൊട്ടിട്ട് ഞാൻ ഈച്ച് കമൻറ്റ്സ് വായിച്ചിട്ട് അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. 4 പാർട്ടായിരിക്കും. ഇത് 4th പാർട്ടാണ്. അപ്പോൾ ഈ 4 പാർട്ടിലും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ കുറേയൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും
എന്തായാലും എല്ലാ കമൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസർ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കമ്പനി നെയിം റിവീൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിവീൽ ചെയ്യില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഒത്തിരി പേര് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ അവരൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ സങ്കടം ആവാറുണ്ട്. എൻ്റെ അടുത്ത് ജോബ് ഓപ്പണിങ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ നല്ല വിഷമമാവാറുണ്ട്. എനിക്ക് ഒരിക്കലും ഞാൻ HR റോളല്ല ചെയ്യുന്നത്. ഓപ്പണിങ്സ് എനിക്ക് അയക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ, അത് ജെനുവിൻ ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ജെനുവിൻ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണോ അല്ലയോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല. ഇവിടുത്തെ കമ്പനി നെയിമും കാര്യങ്ങളൊക്കെ ലൈസൻസൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങളെ ഒരു മാസത്തിനടുത്ത് നെക്സ്റ്റ് മന്ത് പറഞ്ഞു കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വന്ന് ചീത്ത പറയാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ജെനുവിൻ ആണ് എന്ന് തോന്നുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓപ്പണിങ്സിനെ പറ്റിയിട്ട് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 4. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നതാണ്, എന്നെ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത പാട്ടായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. കാരണം ഇത്രയും ഒരു 2 days മുന്നേ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വർക്ക് ഇപ്പോൾ ഞാൻ ന്യൂ ജോയിനാണ്, അതുകൊണ്ട് എനിക്ക് വർക്കും ഇതും കൂടെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അയ്യോ ശബ്ദമൊക്കെ പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കൊണ്ട് ഹെൽപ്പായിട്ട് ഇങ്ങോട്ട് വരാനും ഇവിടെ ജോബ് കിട്ടാനുമായിട്ട് സാധിച്ചത് എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. അത് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഇൻസ്റ്റയിൽ സീരീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജോബ് ഹണ്ടിങ്ങിനെ പറ്റിയിട്ട്. ഒരു 6, 7, 8 വീഡിയോയിൽ തന്നെ ഞാൻ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതെന്താണെന്ന് വെച്ചാൽ കമ്പനി ലിസ്റ്റ് ഓഫ് കമ്പനിയുടെ മെയിൽ ID എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു 25,000 കമ്പനീസിന് ഉണ്ട്. അപ്പോൾ ഞാനത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിൽ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ആക്ച്വലി അറിയില്ല, പറ്റില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റയിൽ ആരെങ്കിലും വേണമെങ്കിൽ അയക്കണമെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അത് നോക്കിയിട്ട് നിങ്ങൾ നാട്ടിലിരുന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.